ജൂലൈ 16 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് മണി ബില്ലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ചില നിയമങ്ങൾക്ക് അമെൻമെൻറ്റുകൾ കൊണ്ടുവരുന്ന സമയത്ത് അത് മണി ബില്ലായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം മുന്നേ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം സുപ്രീം കോടതിയിലെ പരിധിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മണി ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നം, എന്താണ് ഈ ഒരു വിഷയമെന്നാണ്. പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നതായിട്ടുള്ളത്. ഒന്നാമത്തത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന് മണി ബിൽ എന്ന പേരിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റുകൾ, അതുപോലെ തന്നെ 2017 ഫൈനാൻസ് ആക്ട്, അതുപോലെ തന്നെ ആധാർ ആക്ട് 2016. ഈ 3 നിയമങ്ങളിൽ അമെൻമെൻറ്റുകൾ കൊണ്ടുവരുന്ന സമയത്ത് അത് ആധാർ ആക്ട് കൊണ്ടുവരുന്ന സമയത്തും അമെൻമെൻറ്റ് PMLAയിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്ന സമയത്തും അത് ഈ മണി ബില്ലായിട്ടാണ് കൊണ്ടുവരുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ മണി ബില്ല്, എന്താണ് അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്, എന്താണ് വിഷയം എന്നുള്ളത്. അപ്പോൾ മണി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ലെജിസ്ലേഷൻ ആണെന്ന് പറയാം. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് വേണം, പൈസ വേണം. അപ്പോൾ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് നോർമലി നമ്മൾ മണി ബില്ല് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 110 വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് മണി ബില്ല് എന്നുള്ളത്. അതായത് മണി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് ഇവയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു ബില്ലിനെ മണി ബില്ല് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളത് ആർട്ടിക്കിൾ 110 1A മുതൽ 1G വരെയുള്ള ക്രൈറ്റീരിയാസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ടാക്സേഷനും ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നികുതി, അതുപോലെ തന്നെ പണം കടമെടുപ്പ്, അതുപോലെ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ഫണ്ടിനെ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരുന്നതായിട്ടുള്ളത്. ഈ ഒരു മണി ബില്ല് പറയുന്നത് വെച്ചാൽ അതായത് ഒരു എനി മാറ്റർ ഇൻസിഡൻ്റൽ ടു A to F ആണ് മണി ബില്ലാണെന്നാണ് ലാസ്റ്റ് പോയിന്റ്, അതായത് 110 1G പറയുന്നതായിട്ടുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മണി ബില്ലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആർട്ടിക്കിൾ 110(3) പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, അതായത് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലോകസഭ സ്പീക്കർക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറുടെ തീരുമാനം എന്ന് പറയുന്നത് ഫൈനൽ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു മണി ബില്ല് ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലോകസഭ ആൻഡ് കൻ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ എന്ന് ഓർത്ത് വെക്കുക. അതായത് ഇത് ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മണി ബില്ല് ലോകസഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, അതായത് ഗവൺമെൻറ്റിന് ഫണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലോകസഭയിൽ ഗവൺമെൻറ് എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും, എങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ രാജ്യസഭയിൽ എപ്പോഴും ഗവൺമെൻറ് ഭൂരിപക്ഷം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താ, രാജ്യസഭയിൽ പോയിട്ട് രാജ്യസഭ ഇത് പാസ്സാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യസഭയിൽ ഈ ഒരു മണി ബില്ലിന് കാര്യമായിട്ടുള്ള റോൾ ഇല്ലാത്തത്. അതായത് രാജ്യസഭയിൽ ഈ മണി ബില്ല് ഡിസ്കസ് ചെയ്യും, പക്ഷേ റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ റെക്കമെൻഡേഷൻസ് അംഗീകരിക്കണമെന്നോ ഒന്നും തന്നെ ലോകസഭയ്ക്ക് നിർബന്ധമൊന്നുമില്ല. അത് അമെൻഡ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോകസഭയിൽ മണി ബില്ല് പാസ്സായി രാജ്യസഭയിൽ പോയി റെക്കമെൻഡേഷൻ എടുത്ത് വന്ന് ലോകസഭയിൽ നിന്ന് അത് പ്രസിഡന്റിന് വിട്ടു കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഈ ഒരു മണി ബില്ല് എന്ത് ചെയ്യണം, ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. ഒരിക്കലും അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ഓർത്തുകൊണ്ട്. കാരണം മണി ബില്ല് പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി പ്രസിഡന്റിന്റെ അടുക്ക പോയിട്ടാണ് വരിക. അതായത് പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റോട് കൂടിയിട്ടാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ റിട്ടേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ റീകൺസിഡറേഷൻ റിട്ടേൺ ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമില്ല. അതുപോലെ തന്നെ ഈ ഒരു മണി ബില്ലിൽ ജോയിന്റ് സിറ്റിംഗും ഇല്ല. ലോകസഭയിലും രാജ്യസഭയും ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റിംഗ് പരിപാടിയുണ്ട്, അതിനെയാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ആ ജോയിന്റ് സിറ്റിംഗും ഇതിൽ അവൈലബിൾ അല്ല, ബിക്കോസ് രാജ്യസഭയ്ക്ക് ഇതിൽ കാര്യമായിട്ടുള്ള റോള് കൊടുത്തില്ല. അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആക്ച്വലി ഭരിക്കുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില ബില്ലുകൾ അല്ലെങ്കിൽ അവർക്ക് ലോകസഭയിൽ പാസ്സാക്കാൻ പറ്റും, പക്ഷേ രാജ്യസഭയിൽ പാസ്സാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ബില്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ മണി ബില്ലായി കൊണ്ടുവന്നിട്ട്, അതായത് നമ്മുടെ ആർട്ടിക്കിൾ 110 പരിധിയിൽ വരുന്നില്ല എങ്കിൽ പോലും അതിന് മണി ബില്ലായി കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പരാതി മുന്നേ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയമാണ് ആക്ച്വലി സുപ്രീം കോടതി പരിഗണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് 2019 ഈ ഒരു വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യും എന്നുള്ള രീതിയിലാണ്. ഒരു 7 ജഡ്ജിലേക്ക് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് റോജർ മാത്യു വേഴ്സസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യസഭയെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ ആർട്ടിക്കിൾ 110 പരിധിയിലേക്ക്
കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് ആക്ച്വലി സുപ്രീം കോടതി പരിശോധിക്കുന്നതായിട്ടുള്ളത്. ഇതിന് കാരണമായിട്ടുള്ളത് 2015 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന് കൊണ്ടുവന്ന അമെൻമെൻ്റ് ആണ്. ഈ ഒരു മണി ലോണ്ടറിങ് ആക്ടിന് കൊണ്ടുവന്ന അമെൻമെന്റ് പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അസാമാന്യമായിട്ടുള്ള അധികാരം, ബ്ലാങ്കറ്റ് പവേഴ്സ് ടു അറസ്റ്റ്, റൈഡ് ഒക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ളവയാണ്. അന്ന് ഇത് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടെങ്കിലും കോടതി പറഞ്ഞു പാർലമെന്റ് ഹാസ് ദ പവർ ടു അമെൻഡ് ദ PMLA ആക്ട് ബിക്കോസ് അത് പാർലമെന്റിന്റെ ആക്ട് ആണ്. അപ്പോൾ അതിന്റെ ലീഗാലിറ്റിയെ വാലിഡേറ്റ് ചെയ്തെങ്കിലും അത് മണി ബില്ലായിട്ട് പാസ്സാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു 7 ജഡ്ജ് ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. ആ 7 ജഡ്ജ് ബെഞ്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇതുപോലെ തന്നെ 2017 ഫൈനാൻസ് ആക്ടുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു. അതിൽ ട്രൈബ്യൂണൽസുമായി ബന്ധപ്പെട്ടുള്ള അപ്പോയിൻമെന്റ് പ്രൊസീജിയറിലാണ് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നത്. അത് മണി ബില്ലായിട്ടാണ് കൊണ്ടുവരുന്നത്. അടുത്തത് ആധാർ കേസുമായി ബന്ധപ്പെട്ടും അതിന് ആധാർ ബില്ലിനെ മണി ബില്ലായിട്ടാണ് കൊണ്ടുവന്നത്. ഈ ഒരു വിഷയവും മുന്നേ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആധാർ വിഷയം ഓൾറെഡി കോടതി പരിശോധിച്ചാണ്. കാരണം ഇത് അമെൻമെന്റ് അല്ല, ഫ്രഷ് നിയമമാണ്, പുതിയ നിയമം ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുതിയ നിയമം ഉണ്ടാക്കിയതിൽ ആധാർ അത് പ്രത്യേകിച്ചും KS പുട്ടസ്വാമി കേസിൽ വന്ന ജഡ്ജ്മെന്റ് ഫൈനലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അമെൻമെന്റുകൾ കൊണ്ടുവരുന്നത്, അതായത് ഒരു ബില്ല്, ആ ബില്ലിൽ അമെൻമെന്റ് കൊണ്ടുവരുന്നത് അത് മണി ബില്ലാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതി പരിശോധിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കാം. അടുത്തത് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇന്ത്യയുടെ മന്ത്ലി ട്രേഡ് ഡെഫിസിറ്റിന്റെ ഡാറ്റ വരാറുണ്ട്, ഓരോ മാസത്തെയും എക്സ്പോർട്ടും അതുപോലെ ഇമ്പോർട്ടിന്റെയും ഡാറ്റ. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷനാണ് വരുന്നതായിട്ടുള്ളത്. കൂടുതൽ ദി ഹിന്ദ് ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.